ഡിബെഞ്ചേഴ്സിനെ പാർലി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിബെഞ്ചേഴ്സുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അക്കൗണ്ടിങ് ഫോർ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്ന പാർട്ടിൽ നേരത്തെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ കമ്പനി പബ്ലിക്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ നടക്കുന്നു, കമ്പനി അലോട്ട് ചെയ്യുന്നു. ഇനി അലോട്ട് ചെയ്തതിന് ശേഷം ലംസമായിട്ട് കൊടുക്കാം പേയ്മെൻറ്റ്, അതല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്താം ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്. ഓക്കെ, ഇവിടെ ഡിബെഞ്ചേഴ്സിൻ്റെ കേസിൽ 3 തരത്തിലാണ് ഇഷ്യൂ നടക്കുന്നത്. അതായത് ഒന്നാമത്തത് ഫോർ ക്യാഷിനാവാം, ഇനി അതല്ലെങ്കിൽ അതർ ദാൻ ക്യാഷിനാവാം, ഇനി അതേപോലെ ആസ് കൊളാട്രൽ സെക്യൂരിറ്റി ആവാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇഷ്യൂവിൻ്റെ കേസിൽ തന്നെ ഇഷ്യൂ പാറിലാവാം, അല്ലെങ്കിൽ എന്താവാം പ്രീമിയത്തിലാകാം, അല്ലെങ്കിൽ ഇവിടെ ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യുവാൻ സാധിക്കും. ഷെയറിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഡിബെഞ്ചറിൻ്റെ കേസിൽ ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഇഷ്യൂ മേ ബി ക്യാഷിലാവാം, അല്ലെങ്കിൽ അതർ ദാൻ ക്യാഷിലാവാം, അല്ലെങ്കിൽ കൊളാട്രൽ സെക്യൂരിറ്റീസ് ആവാം. ഇവിടെ തന്നെ ക്യാഷിന് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പാറിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, ഇനി ഡിസ്കൗണ്ടിലും ഇഷ്യൂ ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ക്യാഷിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ലംസമായിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങിക്കാം. ഓക്കെ, ലംസമായിട്ടും വാങ്ങിക്കാം, ഇനി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും വാങ്ങിക്കാം. ഇനി ലംസമായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്, അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, അപ്ലിക്കേഷൻ കിട്ടുന്നു. അതായത് ഡിബെഞ്ചർ അപ്ലിക്കേഷൻ കിട്ടുമ്പോൾ എന്ത് വരും, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബെഞ്ചർ അപ്ലിക്കേഷൻ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് ഷെയറിൻ്റെ കേസിൽ ഷെയർ അപ്ലിക്കേഷൻ ആയിരുന്നു. ഇവിടെ എന്ത് വരും, ഡിബെഞ്ചർ അപ്ലിക്കേഷൻ എന്ന് വരും. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഡിബെഞ്ചർ അപ്ലിക്കേഷൻ. ഇനി അതിനെ നമ്മൾ സാധാരണ ഷെയറിൻ്റെ കേസിൽ ഷെയർ ക്യാപിറ്റലാണ് മാറ്റുന്നത്, പകരം ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിലാണ്, ഡിബെഞ്ചർ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഡിബെഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു എന്ത് വരും, ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ ഡിബെഞ്ചേഴ്സ് റിസീവ് ചെയ്തത് എക്സസ് ഉണ്ടാവും, അപ്ലിക്കേഷൻ റിസീവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രി വരും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എത്രയാണ്, ഒരു 50,000 ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്. കമ്പനി ഇഷ്യൂ ചെയ്ത് എത്ര മാത്രമാണ്, 40,000 ആണെങ്കിൽ ഇവിടെ വരുന്ന 10,000 കമ്പനി എന്ത് ചെയ്യുന്നു, റീഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ എന്ത് വരും, ഡിബെഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് നേരെ റിവേഴ്സ് എൻട്രി വരും. ഓക്കെ, ഇതാണ് ലംസമായിട്ടാണ് സാധാരണ നമ്മൾ ഡിബെഞ്ചറിനെ ഇഷ്യൂ ചെയ്ത് ലംസമായിട്ടാണ് ക്യാഷ് റിസീവ് ചെയ്യുന്നതെങ്കിൽ എന്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അരുൺ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 15,000 13% ഡിബെഞ്ചേഴ്സ്. സാധാരണ ഡിബെഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടെയാണ് പറയുന്നത്. ഓഫ് ₹100 each at par. Applications were received for 18,000 debentures. Full amount is collected and full amount collected along with application. Past journal entries. ഇവിടെ മൊത്തം എമൗണ്ട് കളക്ട് ചെയ്യുന്നത് അപ്ലിക്കേഷൻ്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ലംസമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡാണ്. ഇവിടെ മൊത്തം ഇഷ്യൂ ചെയ്യുന്നത് 15,000 ആണ്, റിസീവ് ചെയ്യുന്നത് എത്രയാണ്, 18,000 ആണ്. അപ്പോൾ 3,000 ഡിബെഞ്ചേഴ്സ് എന്താണ്, എക്സ്ട്രയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജേണൽ എൻട്രി എന്ത് വരണം, ഇത് റിസീവ് ചെയ്യുന്ന എൻട്രി കാണിക്കണം. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു എന്ത് വരും, 13% ഡിബെഞ്ചർ അപ്ലിക്കേഷൻ, 13% ഡിബെഞ്ചർ അപ്ലിക്കേഷൻ എന്ന് വരും. എത്രയാണ് റിസീവ് ചെയ്യുന്നത്, 18,000 ഡിബെഞ്ചേഴ്സ് ആണ്. ഇൻറ്റു 100 എത്ര വരും, 18 ലക്ഷം വരും. ഇവിടെയും 18 ലക്ഷം കാണിക്കുന്നു. ഓക്കെ, നരേഷൻ എന്ത് വരും, ബീങ് ഡിബെഞ്ചർ അപ്ലിക്കേഷൻ റിസീവ്ഡ്. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, 18,000 ആണ് ഡിബെഞ്ചർ കിട്ടിയത്, 15,000 മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പം 3,000 ഡിബെഞ്ചർ എക്സ്ട്രയാണ്. അപ്പോൾ 3,000 ഇൻറ്റു 100 വരും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്സസിനെ റീഫണ്ട് ചെയ്യുന്നു. അതായത് 13% ഡിബെഞ്ചർ അപ്ലിക്കേഷൻ, 13% ഡിബെഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ ടു എന്ത് വരും, ബാങ്ക് വരും. ഇതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രി വരും ടു ബാങ്ക് അക്കൗണ്ട്. അതായത് എക്സസ് ആയിട്ട് വരുന്ന 3,000 നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്നു. 3,000 ഇൻറ്റു 100 എത്ര, 3 ലക്ഷം വരും. ഇപ്പോൾ നരേഷൻ എന്ത് വരും, ബീങ് എക്സസ് അപ്ലിക്കേഷൻ റീഫണ്ടഡ് ഓർ റിജക്റ്റഡ് എന്ന് വരും.
ദെൻ നെക്സ്റ്റ് ഇതിനെ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി എങ്ങനെ വരും? 13% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എന്ത് വരും? അക്കൗണ്ട് ഡെറ്റർ ടു 13% ഡിബഞ്ചേഴ്സ് എന്ന് വരും. 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? 15,000 ഇൻറ്റു 100 അതായത് എത്ര കിട്ടും? 15 ലക്ഷം കിട്ടും. 15 ലക്ഷം. അതായത് ഇതിൻ്റെ നരേഷൻ എന്ത് വരും? ബീങ് ഡിബഞ്ചർ അപ്ലിക്കേഷൻ ട്രാൻസ്ഫേർഡ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് നരേഷൻ വരും. അപ്പോൾ ഇതാണ് ലംസമായിട്ടാണ് ഡിബഞ്ചർ വാങ്ങിക്കുന്നതെങ്കിൽ എന്ത് വരുന്നത്? അതിൻ്റെ എൻട്രി, ജേണൽ എൻട്രീസ് വരുന്നത്. ഇനി ഡിബഞ്ചേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്നത് ക്യാഷിലാണ്. പക്ഷെങ്കിൽ എമൗണ്ട്സ് കിട്ടുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞത് എന്താണ്? ലംസമായിട്ടാണ്. ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലാണെങ്കിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ കേസ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെയാണ് ഡിബഞ്ചറിൻ്റെ കേസിലും വരുന്നത്. പാറിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഒരു കേസ് മാത്രം നമുക്കിന്ന് പറയാം. പാറിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു എന്ത് വരും? ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് വരും. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ഇനി ഇതിനെ നമ്മൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പകരം ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ഇവിടെ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലാണ് ഡിബഞ്ചറിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് സെക്കൻഡ് എൻട്രി വരും. ഓക്കെ, ഷെയറിൻ്റെ കേസിലും അതേപോലെ തന്നെ ഓർമ്മിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് വരുന്നത് അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്നതാണ്. ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് വരും. അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്ന സമയത്ത് അത് റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് എന്ന് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്നു. ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഇനി അത് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ഡിബഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അത് റിസീവ് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ 2 എൻട്രി മാത്രം പഠിച്ചാൽ മതി. ഫസ്റ്റിലത്തെ ആദ്യത്തെ 2 എൻട്രി അപ്ലിക്കേഷൻ്റെ കേസിൽ മാത്രം ആദ്യം നമ്മൾ കാണിക്കുന്നത് ഇത് റിസീവ് ചെയ്യുന്നതായിട്ടാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ഓക്കെ, അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഡിബഞ്ചറിലേക്ക്. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന എല്ലാ എൻട്രീസും ഫസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ് വരുന്നത്. അതായത് ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ്. പിന്നെ അത് റിസീവ് ചെയ്യുന്നത് എൻട്രി എങ്ങനെ വരും? അടുത്തത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ എന്ത് വരും? അലോട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ, അല്ലെങ്കിൽ ഫൈനൽ കോൾ. അപ്പോൾ ഇതേ രീതിയിലാണ് ജേണൽ എൻട്രി വരുന്നത്. 1-2 എൻട്രി മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലാ എൻട്രീസും നമുക്ക് കിട്ടും. ഓക്കെ, ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നോക്കാം. അജയ് കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 10,000 14% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each, പേബിൾ അറ്റ് ₹20 ഓൺ അപ്ലിക്കേഷൻ, 30 ഓൺ അലോട്ട്മെൻറ്റ്, 25 ഓൺ ഫസ്റ്റ് കോൾ, 25 on second and final call. All the debentures were subscribed and all the amounts were received. Give journal entry to record the transaction and exhibit the relevant information in the balance sheet. Okay. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നു. ഷെയറിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ജേണൽ എൻട്രിയുടെ ഫോർമാറ്റ് വരക്കുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ വരും. അപ്പോൾ ഇവിടെ എത്രയാണ്? 10,000 ഇഷ്യൂ ചെയ്യുന്നത്. ഡിബഞ്ചർ അപ്ലിക്കേഷൻ്റെ കേസിൽ എത്രയാണ്? പേബിൾ അറ്റ് 20 ഓൺ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 20 × 10,000 എത്ര വരും? 2 ലക്ഷം അപ്ലിക്കേഷൻ്റെ കൂടെ വരും. അത് റിസീവ് ചെയ്തു ഫസ്റ്റ്. അപ്പം ബീങ് ഡിബഞ്ചർ അപ്ലിക്കേഷൻ റിസീവ്ഡ് എന്ന് വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പെർസെൻറ്റേജ് 14% എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ ഇവിടെ എത്രയാണ്? 14% ഡിബഞ്ചേഴ്സാണ്, അതുകൂടെ ചേർക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇത് നമ്മൾ ഡിബഞ്ചേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു 14%, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് എത്രയാണ്? 2 lakh ആണ് വരുന്നത്. ആ 2 lakhനെ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. ഓക്കെ, ഇനി അലോട്ട്മെൻറ്റിൻ്റെ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് ഡ്യൂ ആവുന്നു. ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് 14%, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് എന്ന് വരും. അലോട്ട്മെൻറ്റിൻ്റെ എത്രയാണ്? 30 ആണ്. അപ്പോൾ 30 × എത്ര വരും? 10,000, 3 lakh വരും. 3 lakh. ഓക്കെ, ഇനി ഇതിനെ റിസീവ് ചെയ്യുന്നു. അപ്പം ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു എന്ത് വരും? ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് എന്ന് വരും. ഇവിടെയൊക്കെ 14% കാണിക്കണം. ഓക്കെ, ഡിബഞ്ചർ 14%, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് എത്രയാണ്? 3 lakh ആണ് വരുന്നത്. അപ്പോൾ 3 lakh എമൗണ്ട് കാണിക്കുന്നു.
അല്ല നരേഷനൊക്കെ എന്താണ് സാധാരണ സെയിം ആസ് ഷെയർ ആണ്. അതായത് ഇവിടെ എന്ത് വരും, ബീയിങ് ഡിബെഞ്ചർ അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് എന്ന് വരും. ഇനി അടുത്ത ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്നു. ഇപ്പോൾ എൻട്രി ഇങ്ങനെ വരും 14% ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഡിബെഞ്ചേഴ്സ് 14% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് വരും. അതായത് ഫസ്റ്റ് കോളിൻ്റെ കൂടെ 25 ആണ്, ഇൻറ്റു 10,000 എത്ര വരും, 2,50,000 വരും. ഇപ്പോൾ 2,50,000 കാണിക്കുന്നു. ഇനി അത് റിസീവ് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് ടു 14% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, 14% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, 14% ഡിബെഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എത്രയാണ്, 2,50,000, ഇവിടെയും 2,50,000. ഓക്കെ, ഇനി ഫൈനൽ കോളാണ്, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളാണ്. എത്രയാണ്, 25 ആണ് വരുന്നത്, 25 ഇൻറ്റു 10,000. ഓക്കെ, ഇവിടെ ഡിബെഞ്ചർ 14%, ഡിബെഞ്ചർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് 25 തന്നെയാണ്, 2,50,000, ഇവിടെയും 2,50,000. ഇനി അതിനെ റിസീവ് ചെയ്യുന്നു ബാങ്ക് അക്കൗണ്ട് ടു 14% ഡിബെഞ്ചേഴ്സ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് വരും. അതിൽ എമൗണ്ട് എത്ര, 2,50,000, 2,50,000. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് ലംസമായിട്ടല്ലാതെ ക്യാഷിൽ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ, പാറലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഡിബെഞ്ചേഴ്സിൻ്റെ കേസിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കാണിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്